നമസ്കാരം. വാസ്തവത്തിൽ നമ്മുടെ പോർട്ടിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുന്നത് പോലെ നമ്മുടെ സർക്കാരിന്റെയും പ്രവർത്തനങ്ങൾ മാസം തോറും വിലയിരുത്തേണ്ടതുണ്ട്. സെയിലിംഗ് കമ്മിറ്റി ആരംഭിക്കുന്നു. രണ്ടു ദിവസമായിട്ട് നമ്മുടെ വിസിലിന്റെ എം ഡിയുടെ അഭിമുഖം ചില സുഹൃത്തുക്കൾ അയച്ചു തരികയാണ്. അതൊന്നും കാണാനുള്ള ത്രാണി ഈ പാവപ്പെട്ടവനില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു 100 മീറ്റർ റോഡ് തികയ്ക്കാൻ പറ്റാത്തവരാണ്, പൂർത്തിയാക്കാൻ പറ്റാത്തവരാണ് അരമണിക്കൂറോളം ഇരുന്ന് എന്തൊക്കെയോ ചൈനയെ കീഴടക്കാൻ പോകുന്നത്. ഞാനതൊന്നും കാണാൻ മെനക്കെട്ടില്ല. അത് കാണാനുള്ള വലിയ കഴിവൊന്നും നമുക്കില്ല. വാസ്തവത്തിൽ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറിനോട് വലിയ ആദരവ് തോന്നുകയാണ്. യൂറോളജി വിഭാഗം തലവൻ ഫാരിസ് ഹസൻ എന്നാണ് തോന്നുന്നു പേര്. സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാതെയാണ് സെയിലിംഗ് കമ്മിറ്റി അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഗവേഷണങ്ങളൊന്നും നടത്തി പേരെഴുതി വെച്ചിട്ടൊന്നുമല്ല. എല്ലാം എക്സ്റ്റംബറാണ്, ഓർമ്മയിൽ നിന്ന് വരുന്നതാണ് സംസാരിക്കുന്നത്. ചില കണക്കുകൾ മാത്രം മുമ്പിലുണ്ടാവും. ഇത്തരം സ്തുതിപാഠകരാണ് വാസ്തവത്തിൽ ഈ ഗവൺമെന്റുകളെയൊക്കെ നശിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം സർക്കാർ സ്കൂളിൽ പഠിച്ചു, സർക്കാർ മെഡിക്കൽ കോളേജിൽ പഠിച്ചു, പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാം ചെയ്തത് സർക്കാർ ചെലവിൽ, പൊതുജനങ്ങളുടെ ചെലവിലായത് കാരണം അദ്ദേഹത്തിന് പൊതുജനങ്ങളോടാണ് കൂറ്. അങ്ങനെ വെട്ടിത്തുറന്ന് പറയാൻ കഴിവില്ലാത്തവരാണ് അഭിമുഖങ്ങളിലൂടെ തങ്ങളെന്തോ ചൈനയെ ഇപ്പൊ കീഴടക്കി കളയും എന്നൊക്കെ വാഗ്വാദങ്ങൾ നിരത്തുന്നത്. ഇവിടെ കഴിഞ്ഞ ഒരു മാസം ഇതാണ് പറയുന്നത്, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഇതുപോലെ നമ്മൾ വിലയിരുത്തണം. പോർട്ടിന്റെ പ്രവർത്തനങ്ങൾ പോലെ വിസിലിന്റെയും ഗവൺമെന്റിന്റെയും പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തണം. പണ്ട് സെയിലിംഗ് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുകയായിരുന്നു എന്ന് സെയിലിംഗ് കമ്മിറ്റി അല്ല, NTV വിവരാവകാശത്തിലൂടെ വാങ്ങുമായിരുന്നു. ഓരോ മാസവും നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത്. അതാരെങ്കിലും പുതിയ തലമുറയിൽ, എനിക്കിപ്പോ നേരമില്ല ഇത് ചെയ്യാനുള്ള കാരണം, അതിനൊന്നും നേരമില്ല. ആരെങ്കിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ സർക്കാരിന് അല്പമെങ്കിലും നേരായ മാർഗത്തിൽ നടത്താൻ പറ്റൂ. ഇവിടെ പോർട്ടിന്റെ പെർഫോമൻസ് 3 കാര്യങ്ങളാണ്. ഇതുവരെ 2 കാര്യങ്ങളാണ് പരിശോധിച്ചത്. ഇത്തവണ 3 കാര്യങ്ങൾ പരിശോധിച്ചു. ടേൺ അറൌണ്ട് ടൈം, നമ്മുടെ പോർട്ടിൽ വരുന്ന കപ്പലുകളുടെ ടേൺ അറൌണ്ട് ടൈം 35.53 മണിക്കൂറാണ്. കഴിഞ്ഞ മാസത്തെയാണ്, ജൂൺ മാസത്തെ 35.53 മണിക്കൂറാണ് ശരാശരി. അത് തന്നെ കൂടാൻ കാരണം MSC ഐറന് ഏകദേശം 95 മണിക്കൂറോളം എടുത്തു. പല കാരണങ്ങൾ കൊണ്ട് വളരെ ദീർഘം, അതാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. ശരാശരി അതിനേക്കാൾ താഴെ വരേണ്ടാണ് 35.53 മണിക്കൂർ. അതൊന്നും വലിയ പിഴവായിട്ട് തോന്നുന്നില്ല. ആദ്യ വർഷം, ഒരു വർഷം പോലും തികയാത്ത പോർട്ട് ഇത്രയും മെച്ചപ്പെട്ട പ്രവർത്തനം തന്നെയാണ്. ആഗോളതലത്തിൽ ഒരു പക്ഷേ നമുക്ക് മെച്ചമല്ല എന്ന് തോന്നിയേക്കാം. എന്താണ് ആഗോളം? Many advanced ports have reduced their average turnaround time to under 24 hours for container vessels through automation and better planning. 24 മണിക്കൂറിൽ താഴെ വന്നു. ചൈനയും സിംഗപ്പൂരും ഒക്കെ ഒരു കപ്പലിനെ 24 മണിക്കൂറിനുള്ളിൽ ഇപ്പോൾ പാക്ക് ചെയ്ത് തിരിച്ചു വിടുകയാണ്. നമ്മള് ശരാശരി 36 മണിക്കൂറോളം എടുക്കുന്നു. ഓരോ മാസം കഴിയുന്ന, ഇതിപ്പോ മൺസൂൺ ആയതുകൊണ്ടാണ് ഇത്ര കൂടുതൽ. അടുത്ത മാസം ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കും, പിന്നുള്ള മാസങ്ങളിൽ ഇത് കുറയും. അപ്പൊ ശരാശരി എന്തായാലും നമുക്കൊരു 30 മണിക്കൂർ എന്നുള്ളതിൽ ചിലപ്പോൾ കൊണ്ടെത്തിക്കാൻ പറ്റിയേക്കും. ഇതാണ് ടേൺ അറൌണ്ട് ടൈമിലുള്ളത്. രണ്ടാമത് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ 42 കപ്പലുകളിൽ നിന്നു 43 ആയില്ല, 44 ആയില്ല. നമ്മൾ ഈ നടപ്പ് സാമ്പത്തിക വർഷം മാത്രം പരിശോധിക്കുമ്പോൾ ഏപ്രിലിൽ 45 വെസൽ, മെയിൽ 48, ജൂണായപ്പോൾ അത് നേരെ താഴ്ന്നു 42 ആയി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഫെബ്രുവരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫെബ്രുവരിക്ക് തുല്യമായിട്ട് നിൽക്കുകയാണ് 42 വെസൽ. അങ്ങനെ ഈ വർഷത്തെ മൺസൂണിൽ നമ്മൾ മെച്ചപ്പെട്ട പ്രവർത്തനം തന്നെ നടത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഫെബ്രുവരി മാസത്തിൽ, താരതമ്യേന ശാന്തമായ ഫെബ്രുവരി മാസത്തിൽ 41 ആയിരുന്നു. ഈ മൺസൂൺ മാസത്തിൽ നമ്മൾ 42-ലെത്തി. അതാണ് കപ്പലുകളുടെ കണക്ക്.
മൂന്നാമത്തത് പോർട്ട് യൂട്ടിലൈസേഷനാണ്. ഈ രണ്ട് കണക്കുകൾ നമ്മൾ എല്ലാ മാസവും അവതരിപ്പിക്കുന്നതായിരുന്നു. പോർട്ട് യൂട്ടിലൈസേഷൻ 104.96%. അടിയട സിമ്പൽ 100-നേക്കാൾ പെർഫോമൻസ് കൂടി 104.96%. അതെങ്ങനെയാണ് സംഭവിച്ചത്? നമ്മൾ ആ കപ്പൽ അതിന്റെ ഗ്രാഫ് കാണുമ്പോൾ തന്നെ അറിയാം. ഒരു വലിയ കാർ കാരിയർ പോലെയാണ് ആ ഗ്രാഫിന്റെ ഷേപ്പ് വന്നിരിക്കുന്നത്. അത് തന്നെയായിരുന്നു പെർഫോമൻസ്. മിക്കവാറും ദിവസങ്ങളിൽ, മിക്കവാറും എന്ന് പറയുന്നില്ല, ആ നിൽക്കുന്ന ഇത് കാണുമ്പോഴറിയാം 3 വെസലുകൾ ഉണ്ടായിരുന്നു. 2 ബർത്തിൽ 3 വെസലുകൾ. 2 ബർത്ത് എന്ന് തന്നെയാണ് കണക്കൂട്ടിയിരിക്കുന്നത്. അഡീഷണൽ ആയിട്ട് ഒരു ബർത്ത് അദാനി ഗ്രൂപ്പ് സൃഷ്ടിച്ചെടുത്തതാണ്. CB1, CB1A, CB2. അപ്പൊ CB1 CB2 2 ബർത്തേ ഉള്ളൂ. CB1A എന്ന് പറയുന്നത് അവര് ക്രെയിനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ കപ്പലുകൾ വരുമ്പോ 3 കപ്പലുകളെ ഒരുമിച്ച് നിർത്താൻ പറ്റുന്ന വിധത്തിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് പോർട്ടിന്റെ ഉപയോഗം 104.96% ഉയർന്നത്. ഇവിടെയാണ് സർക്കാരിന്റെ പെർഫോമൻസും നമ്മൾ പരിശോധിക്കേണ്ടത്. പോർട്ട് എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു? കരയുമായിട്ട് ഒരു ബന്ധവുമില്ല, ഗവൺമെന്റുമായിട്ട് കാര്യമായ ബന്ധമില്ല. ഒരു കപ്പൽ കടലിൽ വരുന്നു, കണ്ടെയ്നർ ഇറക്കി വയ്ക്കുന്നു, അവിടെ ഇരിക്കുന്ന കണ്ടെയ്നർ കയറ്റുന്നു, കടലിൽ കൂടെ അങ്ങ് പോകുന്നു. നാട്ടുകാരുടെയോ ഗവൺമെന്റിന്റെയോ റോഡിന്റെയോ റെയിൽവേയുടെയോ വലിയ ഇൻവോൾവ്മെന്റ് വരുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്രയും മെച്ചപ്പെട്ട പ്രവർത്തനം പോർട്ടിന് നടത്താൻ പറ്റുന്നത്. ഇതാണ് കഴിഞ്ഞ ജൂൺ മാസത്തിൽ നമ്മുടെ പോർട്ടിന്റെ പെർഫോമൻസ്. വളരെ മെച്ചപ്പെട്ട പ്രവർത്തനം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ടേൺ അറൌണ്ട് ടൈമിൽ 24 മണിക്കൂർ എന്നുള്ളത് ഒരു 35 ആകുന്നത് ജൂൺ മാസത്തിലെ കണക്കാണ്. അത് ക്രമേണ കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ ഇനിയുള്ള മാസങ്ങളിലും നടത്തണം എന്നുള്ളതാണ് സെയിലിംഗ് കമന്ററിക്ക് ബന്ധപ്പെട്ടവരോട് അവരുടെ മുമ്പിൽ വയ്ക്കുവാനുള്ള അഭ്യർത്ഥന. ഇനി നമ്മുടെ നാട്ടിലെ കുറെ ചൊറിയന്മാരുണ്ടല്ലോ. നമ്മുടെ തുറമുഖം അടച്ചു പൂട്ടിയേ അടങ്ങൂ എന്ന് സ്വപ്നം കാണുന്ന ചിലരുണ്ട്. ദയവേത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഞങ്ങൾ ഈ മറ്റു തുറമുഖങ്ങളുമായിട്ട്, ഇന്ത്യയിലുള്ള മറ്റു തുറമുഖങ്ങളുമായിട്ട് ഒരു താരതമ്യത്തിനോ ഒരു കമ്പാരിസണോ അധിക്ഷേപത്തിനോ ഒന്നിനും ഞങ്ങൾ വരുന്നില്ല. ഞങ്ങളുടെ കമ്പാരിസൺ സിംഗപ്പൂർ, റോട്ടർഡാം, ഷാങ്ഹായ് തുറമുഖങ്ങളാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വലിച്ചഴച്ച് അനാവശ്യമായ കാര്യങ്ങളിലോട്ട് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. MSC ബുസാൻ എന്ന് പറയുന്ന ഒരു കപ്പൽ ഇന്നലെ രാവിലെ ആയപ്പോൾ ഇവിടുന്ന് പോയി. അപ്പോൾ ഇന്നലെ മെനഞ്ഞാന്നൊന്നും പറയാത്ത വിധത്തിൽ ഒരു പുതിയ ഇൻഫർമേഷൻ അവരുടെ വകയായിട്ട് അവരുടെ ട്രാക്കിംഗ് സൈറ്റിൽ കണ്ടു. അവര് വന്നത് ആദ്യം പറഞ്ഞത് മുണ്ട്രയിൽ നിന്ന് നേരെ TRVയിൽ വരുന്നു എന്നാണ് അവരുടെ ട്രാക്കിങ്ങിലെല്ലാം കണ്ടത്. മറൈൻ ട്രാഫിക്കിലെല്ലാം കണ്ടത് അങ്ങനെയാണ്, മുണ്ട്രയിൽ നിന്ന് TRVയിൽ വരുന്നു. പക്ഷെ ഇന്ന് കണ്ടത്, കപ്പൽ പുറപ്പെടാൻ സമയത്ത് കാണുന്നത്, അവരിടയ്ക്ക് കൊളംബോയിൽ പോയിരുന്നു. MSC ബുസാൻ ഇടയ്ക്ക് കൊളംബോയിൽ പോയിരുന്നു. അപ്പൊ അത് അന്വേഷിച്ചു, എന്തിനാണ് അവർ ഇടയ്ക്ക് കൊളംബോയിൽ പോയത്. പോർട്ടിൽ കയറിയിട്ടില്ല. അപ്പോൾ മനസ്സിലായി ബങ്കറിങ്ങിന് വേണ്ടി പോയതാണ്. ബങ്കറിങ്ങിന് വേണ്ടി പോയത് 28/6/25 പുലർച്ചെ അതിരാവിലെ 00:16 ആ സമയത്ത് ബങ്കറിങ് നടക്കുകയാണ്. ബങ്കറിങ് സ്ലോപ്സ് ലൂബ് സ്റ്റാർട്ട്. ഏതാണ് വെസൽ? സീ ഡ്വെല്ലർ എന്ന് പറയുന്ന ഒരു ചെറിയ കപ്പലാണ് ഇന്ധനം നിറയ്ക്കുന്നത്. ബങ്കറിംഗ് ഫ്യൂവൽ കൊടുക്കുകയാണ്. അങ്ങനെ അത് ഏകദേശം 5 മണിക്കൂറും 0:09 28-ാം തീയതി രാവിലെ 05:25 ഏകദേശം 5 മണിക്കൂർ 9 എടുത്തുകൊണ്ടാണ് ആ ബങ്കറിംഗ് പ്രക്രിയ നടത്തിയത്. അത് കഴിഞ്ഞിട്ട് കപ്പൽ ബുസാൻ 28 അവിടെ നിന്ന് 6:48 തിരിക്കുന്നു. ഇവിടെ വൈകുന്നേരം 17:51 നമ്മുടെ പുറംകടലിൽ എത്തുന്നു. പിന്നെ അടുത്ത ദിവസമായിരുന്നു നമ്മുടെ പോർട്ടിൽ പ്രവേശിക്കുന്നത്. 29-ാം തീയതിയാണ് ഇവിടെ പ്രവേശിക്കുന്നത്. ഇവിടെ ഒരു കാര്യം, മുണ്ട്രയിൽ നിന്ന് TRVയിലോട്ടാണ് ഈ ബുസാൻ വന്നത്. സെയിലിംഗ് കമന്ററി വിമർശിക്കുന്നവർ അല്ലെങ്കിൽ TRV വിമർശിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൊച്ചിയിലെ സുഹൃത്തുക്കൾ, എന്തുകൊണ്ടാണ് കൊളംബോക്കാർ ചെയ്യുന്ന ഈ പ്രവർത്തനം നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റാതെ പോകുന്നത്? നിങ്ങളുടെ മുമ്പിലൂടെയാണല്ലോ MSC ബുസാൻ വന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ബങ്കറിംഗ് അവിടെ നടത്താൻ പറ്റിയില്ല? നിങ്ങൾക്ക് റിഫൈനറി ഉണ്ടല്ലോ. ആ റിഫൈനറിയുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് തന്നെ പമ്പ് ചെയ്ത് ബാർജിലോ ചെറിയ വെസലിലോ ഒക്കെ കൊണ്ടുപോയി ഇത്തരം കപ്പലുകൾക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. എങ്ങനെയാണ് ഇവര് ചെയ്തിരിക്കുന്നത്? ശ്രീലങ്ക ചെയ്തിരിക്കുന്നത്
ഫ്രം ഒക്ടോബർ 2023 ടു സെപ്റ്റംബർ 24 ഒരു പീരീഡിലെ അവരുടെ കണക്കാണ്. ഇന്ത്യ എക്സ്പോർട്ടഡ് 344 shipments of petroleum products to Sri Lanka with 79 Indian exporters supplying to 116 Sri Lankan buyers. ഇന്ത്യയിൽ നിന്ന് തന്നെ 79 പേർ പെട്രോളിയം പ്രോഡക്ട്സ്, ഈ മറൈൻ ഫ്യൂവൽ അടക്കം ശ്രീലങ്കയ്ക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. അവിടെ 116 പേർ ഇത് ഹാൻഡിൽ ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഈ പറയുന്ന ഫ്യൂവലുകൾ വാങ്ങി അവിടെ ബങ്കറിംഗ് നടത്താൻ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ റിഫൈനറിയും കടന്നു വരാനുള്ള എല്ലാ മാർഗങ്ങളും, പോർട്ടും 100 വർഷം പഴക്കം ചെന്ന ഒരു പോർട്ടും അനുഭവജ്ഞാനവും എല്ലാം ഉള്ളവർക്ക് എന്തുകൊണ്ടാണ് പുറംകടലിൽ വെച്ച് ഇതുപോലെ ബങ്കറിംഗ് നടത്താൻ പറ്റാത്തത്? അപ്പോൾ TRV ആക്രമിക്കാൻ ശ്രമിക്കുന്നവർ ദയവ് ചെയ്ത് നിങ്ങളുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ തുറമുഖത്തിനുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഇത്തരം കൊളംബോക്കാർക്ക് ഇവിടെ നിന്ന് എണ്ണ അങ്ങോട്ട് കൊണ്ടുപോയി മറിച്ചു വിൽക്കാൻ കഴിയുമെങ്കിൽ അവരെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പൊ അതിനെന്താണ് വേണ്ടതെന്ന് അറിയാമോ? ഈ വടക്ക് നോക്കി യന്ത്രം അങ്ങ് മാറ്റിവെക്കുക. എന്നിട്ട് അവനവന്റെ ഉള്ളിലോട്ട് നോക്കുക. നോക്കിക്കഴിയുമ്പോൾ ഇത്തരം സാധ്യതകൾ, അവിടെ ആഴം കുറവാടില്ല എന്ന് പറയുന്നില്ല, ആ കുറഞ്ഞ ആഴത്തിൽ പോലും ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള 100 കാര്യങ്ങൾ, ഷിപ്പിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത് നിർവഹിച്ചാൽ നിങ്ങൾക്ക് ഈ വടക്ക് നോക്കി തെക്ക് നോക്കി യന്ത്രങ്ങളായി നിങ്ങളുടെ സമയം പാഴാക്കേണ്ടി വരില്ല. ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ നോക്കുന്നില്ല. ഞങ്ങൾ ചൈനയാണ് നോക്കുന്നത്, സിംഗപ്പൂരിനെയാണ് നോക്കുന്നത്, അതുപോലെ റോട്ടർഡാമിനെയാണ് നോക്കുന്നത്. ആ ലെവലിലോട്ട് TRVയെ എങ്ങനെ എത്തിക്കാൻ പറ്റും? അതിലൂടെ കേരളത്തിലെ 14 ജില്ലയെയും ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും ഇന്ത്യ രാജ്യത്തെയും ലോകത്തിൽ ഒന്നാമതെത്തിക്കാൻ ഏതൊക്കെ മാർഗത്തിലൂടെ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനിടയ്ക്ക് ഞങ്ങളുടെ ലക്ഷ്യം വഴിതെറ്റിക്കാൻ, ഞങ്ങളുടെ ശ്രദ്ധയെ മാറ്റിക്കാനുള്ള ചില ശ്രമങ്ങളാണ് നിങ്ങൾ നടത്തുന്നത്. അത് നിങ്ങൾ നേരിട്ടല്ല നടത്തുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. നിങ്ങളുടെ പിന്നിൽ അദൃശ്യമായ രാജ്യങ്ങളും അദൃശ്യമായ പോർട്ടുകളും ഉണ്ട്. അവരാണ് നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഫണ്ട് നൽകി, നിങ്ങൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഊർജം നൽകി, ഇവിടെ സമരങ്ങൾ സംഘടിപ്പിക്കുവാനുള്ള പിന്തുണകൾ നൽകി പ്രവർത്തിക്കുന്നത് മറ്റു രാജ്യങ്ങളും മറ്റു പോർട്ടുകളുമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് TRVക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇനി നമുക്ക് ജൂലൈ 1 മുതലുള്ള കണക്കെടുത്ത് തുടങ്ങാം. ഈ മാസത്തെ കപ്പലുകൾ എത്രത്തോളം വരുന്നു, കാലവർഷം ബാധിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. വന്നുപോയ കപ്പലുകൾ ഏതാണ് എന്ന് നോക്കാം. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.